കുവൈറ്റിലെ തീപിടുത്തത്തിൽ മരിച്ച കോട്ടയം പാമ്പാടി സ്വദേശി സ്റ്റീഫന്റെ വിയോഗത്തിൽ തകർന്നിരിക്കുകയാണ് വീട്ടുകാരും നാട്ടുകാരും. ഏറെ പ്രതീക്ഷയോടെ ജീവിതം കെട്ടിപ്പടുക്കുന്നതിനിടയിലാണ് അപകടം. പാമ്പാടിയിലെ വീട്ടിൽ നിന്നും മിഥുൻ അയ്യപ്പൻ ചിരികയാണ്. മിഥുൻ, എത്രത്തോളം വൈകാരികമാണ് അവിടുത്തെ സാഹചര്യം? ഇന്നലെ വൈകിട്ടോടെ ഈ കുടുംബത്തിനും ഈ നാട്ടുകാർക്കും ഉണ്ടായ ഞെട്ടൽ ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. ഒരിക്കലും ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല ഈ വിയോഗം എന്നുള്ളത് തന്നെ. കാരണം ഏറെ പ്രതീക്ഷയോടെ ജീവിതം കരുപിടിപ്പിക്കുന്നതിനിടയിലാണ് സ്റ്റീഫിന്റെ ആകസ്മികമായിട്ടുള്ള വിയോഗം സംഭവിക്കുന്നത്. അത് വീട്ടുകാർ ഇന്നലെ രാത്രിയോടെയാണ് അറിഞ്ഞത്. അച്ഛനെയും അമ്മയും രാത്രിയോടെയാണ് അറിയിച്ചത്. സഹോദരൻ, സ്വന്തം സ്റ്റീഫിന്റെ സഹോദരനും ഈ അതേ കമ്പനിയിൽ തന്നെ ജോലി ചെയ്യുന്നത് മറ്റൊരു വിഭാഗത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ വേറൊരു ഫ്ലാറ്റിലായിരുന്നു താമസം. പക്ഷേ ഈ വിയോഗ വിവരം അറിഞ്ഞതിനെ തുടർന്ന് വീട്ടിലേക്ക് അറിയിക്കുകയും രോഗികളായിട്ടുള്ള അച്ഛനും അമ്മയും ഏറെ പണിപ്പെട്ട് രാത്രിയോടുകൂടിയാണ് ഈ വിവരം അറിയിക്കുന്നത്. എനിക്ക് പുറകിലുള്ള ഈ വീടിന്റെ മുകൾ നിലയിലാണ് സ്റ്റീഫിന്റെ കുടുംബം ഏതാണ്ട് 25 വർഷങ്ങളായി താമസിക്കുന്നത്. ഈ നാട്ടുകാരുമായും അതുപോലെ പള്ളിയിലെ മറ്റു പ്രവർത്തനങ്ങളുമായും ഏറെ ഇടപഴകിയിരുന്ന കുടുംബവും അതുപോലെ തന്നെ വ്യക്തിയുമായിരുന്നു സ്റ്റീഫൻ. അത്തരത്തിൽ ഈ നാട്ടുകാർക്കെല്ലാം അദ്ദേഹത്തെക്കുറിച്ച് അങ്ങനെ തന്നെയാണ് പറയാനുള്ളത്. നമ്മോടൊപ്പം മറ്റൊരു വ്യക്തി കൂടി ചേരുന്നു. അദ്ദേഹത്തിന്റെ വിയോഗത്തെക്കുറിച്ച് എന്താണ് നമുക്കിപ്പോൾ പറയാവുന്നത്? അത് വളരെ മനസ്സിന് ഭയങ്കര പ്രയാസമാണ്. എൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. 13 വർഷമായിട്ട് എൻ്റെ വീട്ടിൽ താമസിക്കുന്നത്. 3 പിള്ളേരാണ്. ഏറ്റവും നല്ല പിള്ളേരായിരുന്നു. ഒരു കുഴപ്പമില്ലായിരുന്നു. പഠിക്കാൻ ഭയങ്കര മിടുക്കനായിരുന്നു. അതുപോലെ എല്ലാ ആക്ടിവിറ്റിയിലും ഭയങ്കര മിടുക്കനായിരുന്നു. വരുന്ന മാസം വരാനായിട്ടിരിക്കുക. ഓഗസ്റ്റിൽ കയറി താമസം വരാനായിട്ടിരിക്കുകയായിരുന്നു. ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തു. എൻ്റെ അനിയനും അവിടെ തന്നെ ഉണ്ടായിരുന്നു. 3 പ്രദേശമാണ്. ഇളയവന് ഇസ്രയേലിലാണ്. അവൻ PhD എടുക്കാൻ പോയിരിക്കുകയാണ്. ഭയങ്കര ബ്രൈറ്റാണ്. രാഷ്ട്രപതി അവാർഡൊക്കെ കിട്ടിയതാണ്. അങ്ങനെ എല്ലാം കൊണ്ടും നല്ലൊരു പയ്യനായിരുന്നു. നമുക്കെല്ലാം വളരെ വേണ്ടപ്പെട്ട ഒരു പയ്യനായിരുന്നു. 6 മാസം മുമ്പ് വന്നാണ് വീടിൻ്റെ പണിയിന് വേണ്ടി അതിനൊക്കെ സെലക്ട് ചെയ്യാനും പിടിക്കാനൊക്കെ ആയിട്ട് വന്നിട്ട് പോയി. ഇന്നലെ സംഭവം നടക്കുമ്പോൾ രാത്രി എത്രയ്ക്കും അമ്മയെ വിളിച്ച് വിവരങ്ങളെല്ലാം അന്വേഷിച്ചിരുന്ന ആളാണ്. വെളുപ്പിനെ കിടന്നുറങ്ങി. അപ്പോൾ വെളുപ്പിനെയായിരുന്നല്ലോ ഈ സംഭവം നടന്നത്. എന്നാലും മരണമൊക്കെ ഞങ്ങൾ വൈകുന്നേരം ഉറപ്പിച്ചെന്നറിഞ്ഞ. അതുവരെ അപകടമെന്ന് ആള് മിസ്സിങ് ആണെന്ന് പറഞ്ഞായിരുന്നു. നമ്മുടെ ഇവിടെ ഉള്ളവരെല്ലാവരും വിളിച്ച് ചോദിച്ചു. എൻ്റെ മോള് അവിടെ വീട്ടിലുണ്ട്. അപ്പോൾ അവളെയും വിളിച്ച് അവളെ മിനിസ്ട്രിയിലായതുകൊണ്ട് വിവരങ്ങളൊക്കെ അപ്പോഴപ്പോഴും അറിയാം. വേറെ വിവരങ്ങളൊന്നും വൈകുന്നേരം ആള് മരിച്ചു എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് മൃതദേഹം കൊണ്ടുവരും എങ്ങനെ ഒരു അറിയാൻ വേണം. അപ്പോൾ എങ്ങനെയൊക്കെ അവിടുത്തെ കാര്യങ്ങൾ അറിയാം. ഈ നാട്ടുകാരോടും എല്ലാം നന്നായിട്ട് ഇടപഴകിയിരുന്നു. അടുത്തിടപഴകി നല്ല ഇതായിരുന്നു. നല്ല പിള്ളേർ. ഈ പുള്ളി 3 പിള്ളേരും നല്ല പിള്ളേരായിരുന്നു. എല്ലാവരും നല്ല ഇടപെടാൻ എല്ലാ കാര്യത്തിലും നല്ല സാധാരണമുള്ള ആൾക്കാരാണ്. തീർച്ചയായിട്ടും വലിയ വിഷമം തന്നെയാണ് ഈ കുടുംബവുമായി ഏറ്റവും അടുത്തിടപഴകുന്നവർക്കും ഈ കുടുംബത്തെ അറിയാവുന്നവർക്കുമെല്ലാം താങ്ങാനാവുന്നതിന് അപ്പുറമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ഒരു വിയോഗം എന്ന് പറയുന്നത്. ഏതായാലും ഇപ്പോൾ ഭൗതികദേഹം എന്നെത്തുമെന്നുള്ള കാര്യത്തിൽ തീർച്ചയില്ല. ഏതായാലും ഇപ്പോൾ കുടുംബവും ഈ നാടുമെല്ലാം തന്നെ വളരെയേറെ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം തന്നെയാണ്. ഏറ്റവും അടുത്തിടപഴകിയിരുന്ന എല്ലാവരുമായും വളരെ മികച്ച രീതിയിൽ ഇടപഴകിയിരുന്ന സ്റ്റീഫിന്റെ വിയോഗം ആർക്കും താങ്ങാവുന്ന അവസ്ഥയിലല്ല ഇപ്പോൾ. മിഥുൻ അയ്യപ്പനാണ് വിവരങ്ങൾ നൽകിയത്.